നമസ്കാരം. അമേരിക്കയുടെ വാക്കും കേട്ട് ഉക്രൈൻ യുദ്ധത്തിനിറങ്ങിയിട്ട് ഒടുവിൽ എന്താണ് അവർ നേടിയത്? റഷ്യ എന്ന വലിയ രാജ്യത്തോട് മുട്ടാൻ തക്ക ഒരു ആയുധമലമോ അതുപോലെ തന്നെ സൈനിക സന്നാഹങ്ങളോ ഇല്ലാതിരുന്നിട്ടും യുദ്ധഭൂമിയിൽ വീരത്വവും ശൂരത്വവും കാണിക്കാൻ ഉക്രൈൻ തീരുമാനിച്ചത് മുതൽ ഉക്രൈൻ്റെ പതനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഉക്രൈന് സംഭവിക്കാൻ പോകുന്നത് കടുത്ത മാനസിക പ്രതിസന്ധി കൂടിയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ജപ്പാനു ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യാപരമായ കുറവാണ് ഉക്രൈൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലും. ഇത് കേവലം യുദ്ധത്തിനെ കുറിച്ചോ അധികാര തർക്കത്തെയോ കുറിച്ചോ അല്ല. ഉക്രൈൻ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. നമുക്ക് വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. അതിനു മുൻപേ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ യുദ്ധത്തെ, അതായത് 3 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിങ്ങൾ ആരുടെ പക്ഷമാണ്? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നമുക്ക് വിഷയം വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. റഷ്യയുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം മാത്രമല്ല, പതിറ്റാണ്ടുകളായിട്ടുള്ള ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും യുക്രൈൻ ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് സൈനിക സംഘർഷങ്ങൾ, കൂട്ടക്കുടിയേറ്റം, കുറഞ്ഞ ജനന നിരക്ക് എന്നിവ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോകത്തിൽ മറ്റെവിടെയും ഇല്ലാത്തത്രയും രൂക്ഷമായ ജനസംഖ്യാ പ്രതിസന്ധിയാണ് ഉക്രൈൻ നേരിടുന്നത് എന്ന് യൂറോപ്യൻ യൂണിയൻ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു കാലത്ത് പ്രതാപത്തോടെ നിലനിന്നിരുന്ന ഒരു രാജ്യം ജനവാസമില്ലാത്ത ശൂന്യതയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഉക്രൈനിൽ ഇത്രത്തോളം ജനസംഖ്യാ പ്രതിസന്ധി വന്നത്? ഇത് കേവലം ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല. ഉക്രൈൻ എന്ന ഒരു രാജ്യം റഷ്യയുമായി, അതായത് പണ്ടത്തെ സോവിയറ്റ് പ്രതാപത്തിൽ നിന്നും വേറിട്ട് വന്നത് മുതൽ അമേരിക്കയോടൊപ്പമാണ് നിലനിന്നിരുന്നത്. അന്ന് മുതൽ പ്രശ്നങ്ങൾ ഇവിടെ ആരംഭിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാരണം. എന്തായാലും ജനസംഖ്യാ തകർച്ചയുടെ കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. ഉക്രൈൻ നേരിടുന്ന ജനസംഖ്യാ പ്രതിസന്ധിക്ക് ഒറ്റ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. 1990കളുടെ തുടക്കം മുതൽ രാജ്യത്തിന്റെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഉക്രൈനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോഗ്രഫി ആൻഡ് സോഷ്യൽ സ്റ്റഡീസിലെ സാമ്പത്തിക ശാസ്ത്ര ഡോക്ടർ അലക്സാണ്ടർ ഗ്ലാഡൻ പറയുന്നുണ്ട്. ദീർഘകാല ജനസംഖ്യാ നയങ്ങളിലെ പിഴവുകൾ യുദ്ധം കാരണം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ. മറ്റൊരു രാജ്യവും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ജനസംഖ്യാപരമായ വെല്ലുവിളികളാണ് ഉക്രൈൻ നേരിടുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഈ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കൂട്ടക്കുടിയേറ്റം തന്നെയാണ്. 2022 മുതൽ ഏകദേശം 70 ലക്ഷം ആളുകൾ, കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്, രാജ്യം വിട്ടു പോവുകയായിരുന്നു. ഇവർ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്നും ഗ്ലാഡൻ പറയുന്നുണ്ട്. യൂറോ സ്റ്റാറ്റിക്സിന്റെ കണക്കനുസരിച്ച് നിലവിൽ 43 ലക്ഷം ഉക്രൈനക്കാർ യൂറോപ്യൻ യൂണിയനിൽ താമസിക്കുന്നവരാണ്. ഒരു സമാധാന കരാർ വന്നാൽ പോലും ജനസംഖ്യയിലെ ഈ കുറവ് പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ജർമ്മനിയിലെ ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ റിസർച്ചിലെ ഗവേഷകനായ സെബാസ്റ്റ്യൻ ക്ലൂസ്നർ സമാധാനമുണ്ടായ ഹ്രസ്വകാലത്തേക്ക് ഒരുപക്ഷെ ചില അഭയാർത്ഥികൾ മടങ്ങി വന്നേക്കുമെന്നും എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ജനസംഖ്യാ തകർച്ച തുടരുമെന്നും മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷത്തെ ജനസംഖ്യാപരമായ സംഭവ വികാസങ്ങളും നിലവിലെ പ്രായഘടനയിലുള്ള അവയുടെ സ്വാധീനവും ഉക്രൈന്റെ ഭാവിയിൽ ഒരു ആഴത്തിലുള്ള മുദ്ര പതിപ്പിക്കും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വംശഹത്യയുടെ ആരോപണം ഈ വിഷയത്തിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് നാടുകടത്തപ്പെട്ട ഉക്രൈൻ നിയമസഭാംഗം ആർട്ടിയോ ദിമുക്രിവ് രംഗത്തെത്തിയിട്ടുണ്ട്. ഉക്രൈൻ ജനവാസമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഇത് കുടിയേറ്റമല്ല, മറിച്ച് ഒരു ഭയാനകമായ ദുരന്തവും ഒരു വംശഹത്യയുടെ ഭാഗവുമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്താനുള്ള സെലൻസ്കിയുടെ ആഗ്രഹമാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. യുദ്ധം ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിയെയും സമ്പദ് വ്യവസ്ഥയെയും മാത്രമല്ല, അതിന്റെ ജനതയുടെ നിലനിൽപ്പിനെയും എങ്ങനെ ബാധിക്കും എന്നതിന്റെ ഭീകരമായ ഉദാഹരണമാണ് ഇപ്പോൾ ഉക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയുമായുള്ള സംഘർഷം ഉക്രൈന്റെ ജനസംഖ്യാപരമായ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് വ്യക്തമല്ലാത്തതിനാൽ ഉക്രൈന്റെ ഭാവി അനിശ്ചിതത്തിലാണ് ഇപ്പോഴുമുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ഉക്രൈൻ എന്ന രാജ്യം എത്തിച്ചേർന്നത് എന്ന ചോദ്യം ഇതിനോടകം തന്നെ വളരെയധികം പ്രസക്തമാണ്. കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്, 3 വർഷമായി റഷ്യ എന്ന വലിയ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, റഷ്യ എന്ന് പറയുന്നത് ഭൂപടത്തിൽ വലിയ വിസ്തൃതമായ ഒരു പ്രദേശമാണ്. ഉക്രൈൻ എന്ന് പറഞ്ഞാൽ അതിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന വളരെ ചെറിയൊരു ഭൂമിയും, എന്നാൽ ധാതു സമ്പത്ത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഭൂമി തന്നെയാണ് ഉക്രൈൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ പറഞ്ഞത്, യുദ്ധം അവസാനിപ്പിച്ചു തന്നാൽ അമേരിക്കയോടൊപ്പം ഉക്രൈൻ നിൽക്കണമെന്നും മാത്രമല്ല അമേരിക്കയ്ക്ക് 50% മിനറൽസ്, അതായത് അവരുടെ ധാതു സമ്പത്തിൽ നിന്നുള്ള 50% അമേരിക്കയ്ക്ക് അവകാശമുണ്ട് എന്നതും മാത്രവുമല്ല. റഷ്യയുടെ വീക്ഷണകോണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സുരക്ഷാ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും റഷ്യയും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇവിടെ ഉന്നയിക്കുന്നത്. അതായത് നാറ്റോ സഖ്യകക്ഷികളും
പാശ്ചാത്യ ശക്തികളും ഒക്കെ ഉക്രൈനെ അവരുടെ പക്ഷത്ത് നിർത്തി റഷ്യക്കെതിരെ ഒരു പടപ്പുറപ്പാട് നടത്തുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഈ യുദ്ധത്തിന്റെ അടിസ്ഥാന കാരണം തന്നെ. അതായത് നാറ്റോയിലേക്ക് ഉക്രൈൻ എത്തുന്നു എന്ന വാർത്ത വന്നതിന് ശേഷമാണ് റഷ്യ പ്രകോപിതമായതും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് സമാനമായ കാര്യങ്ങൾ എത്തിച്ചേർന്നതും. യുദ്ധമായിരുന്നില്ല ആദ്യം, അധിനിവേശമായിരുന്നു. പക്ഷേ പിന്നീട് അത് മഹായുദ്ധത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും ഉക്രൈന് വേണ്ട എല്ലാ പിന്തുണയും നൽകി ഇതിനെ സജീവമായി നിർത്തിയത് അമേരിക്ക എന്ന കക്ഷി തന്നെയാണ്. പക്ഷേ ബൈഡൻ ഭരണകൂടം ഇറങ്ങി ട്രംപ് ഭരണകൂടം എത്തിയപ്പോൾ ട്രംപ് ഒരിക്കലും യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ആളല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഒരു നല്ല ബിസിനസ്സുകാരനാണ്. വാണിജ്യവും വ്യാപാരവും ഒക്കെ കാര്യമായിട്ട് നടക്കണമെങ്കിൽ യുദ്ധം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ ട്രംപിന്റെ പദ്ധതികളൊന്നും എവിടെ എത്തിയില്ല എന്ന് മാത്രമല്ല, റഷ്യയുടെ മുന്നിൽ അടിപതർന്ന ട്രംപിനെയാണ് പിന്നെ ലോകം കണ്ടു നിന്നത്. എന്തായാലും ഉക്രൈൻ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ മാനുഷിക ദുരന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉക്രൈന്റെ ഈ പതനത്തിന് പിന്നിൽ എത്രത്തോളം റഷ്യയുടെയും അമേരിക്കയുടെയും പങ്കുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഇവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈൻ ആക്രമിച്ചതോടെയാണ് ഈ പ്രതിസന്ധി ലോക ശ്രദ്ധയിലെത്തുന്നത്. എന്നാൽ ഈ യുദ്ധത്തിന്റെ വേരുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള സംഭവങ്ങളിലേക്ക് നീണ്ടുകിടക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് പിന്നിൽ റഷ്യയുടെയും അമേരിക്കയുടെയും തന്ത്രപരമായ നീക്കങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് നോക്കാം. ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് വരികയാണെങ്കിൽ 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഉക്രൈൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുകയാണ്. റഷ്യയുമായി വളരെ അടുത്ത ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം ഉക്രൈൻ ഉണ്ടായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ശ്രമിച്ചു. ഇത് റഷ്യയെ സംബന്ധിച്ച് ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് അവർ നോക്കിക്കണ്ടു. റഷ്യയുടെ അതിർത്തിയിൽ നാറ്റോ സൈനിക സഖ്യം വികസിക്കുന്നത് റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അവർ വിശ്വസിച്ചു. നാറ്റോ വിപുലീകരിക്കപ്പെടുന്നു എന്നതാണ് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നത്. അതായത് നാറ്റോയുടെ കിഴക്കോട്ടുള്ള വികാസം റഷ്യയെ സംബന്ധിച്ച് ഒരു വലിയ ഭീഷണിയാണ്. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് റഷ്യ വിശ്വസിച്ചു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യൻ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ ഉക്രൈനിലുണ്ട് എന്നതാണ്. അതായത് ഉക്രൈനിലെ കിഴക്കൻ മേഖലയിൽ ധാരാളം റഷ്യൻ സംസാരിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഈ ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു ബാധ്യത തങ്ങൾക്കുണ്ടെന്നാണ് റഷ്യയുടെ വാദം. ഉക്രൈനിലെ പാശ്ചാത്യ അനുകൂല സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റാനും റഷ്യൻ താല്പര്യങ്ങൾക്ക് അനുകൂലമായ ഒരു പാവ സർക്കാർ സ്ഥാപിക്കാനുമാണ് റഷ്യ അവിടെ ശ്രമിച്ചിരുന്നത്. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയത് ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. അതായത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഒരു പ്രധാന വഴിത്തിരിവ് ആരംഭിച്ചിട്ട് തന്നെ 10 വർഷമായി. റഷ്യൻ നാവികസേനയുടെ താവളമായ സെവാസ്റ്റോപോൾ ക്രിമിയയിലാണുള്ളത്. ഈ താവളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് റഷ്യ ക്രിമിയ പിടിച്ചെടുത്തത്. അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പങ്ക് റഷ്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഉക്രൈനെ പിന്തുണച്ചതും ഉക്രൈനെ സംരക്ഷിച്ചതും ഉക്രൈനെ ഈ യുദ്ധത്തിൽ സജീവമാക്കി നിർത്തിയതുമൊക്കെ അമേരിക്കയും മറ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങളും തന്നെയാണ്. ഈ പിന്തുണയുടെ പ്രധാന കാരണങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത്, അവർ ലക്ഷ്യമിടുന്നത് നാറ്റോയുടെ വിപുലീകരണം തന്നെയാണ്. അതായത് നാറ്റോയുടെ വിപുലീകരണം കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകുമെന്നും റഷ്യയുടെ ആക്രമണങ്ങളെ തടയുമെന്നും അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം സൈനിക സഹായമാണ്. ഉക്രൈൻ ആയുധങ്ങളും പരിശീലനവും നൽകി അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും സൈനികമായിട്ട് സഹായിച്ചു. റഷ്യൻ ആക്രമണങ്ങളെ നേരിടാൻ ഉക്രൈന് ഈ സഹായം നിർണായകവുമായിരുന്നു. പിന്നീട് നൽകുന്നത് രാഷ്ട്രീയ പിന്തുണയാണ്. ഉക്രൈന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളുടെയും സ്വയം ഭരണത്തെയും അമേരിക്ക പിന്തുണച്ചു. സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങി. അതായത് റഷ്യയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുന്നതിനായി നിരവധി ഉപരോധങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റഷ്യയുടെ സാമ്പത്തിക നില തകരണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. പക്ഷേ റഷ്യ അതിനെയൊക്കെ കാര്യമായിട്ട് തന്നെ മറികടന്നു എന്നതാണ് നമുക്ക് അടുത്ത് വരുന്ന റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് റഷ്യയുടെ യുദ്ധശേഷി ഒരു പരിധിവരെ ബാധിക്കുമെന്നാണ് ഇവർ വിശ്വസിച്ചത്. ഏതായാലും ഉക്രൈൻ പ്രതിസന്ധിക്ക് പിന്നിൽ റഷ്യയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങളുടെയും തന്ത്രങ്ങളുടെയും ഒരു സങ്കീർണമായ കൂട്ടായ്മയുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെയും ഉക്രൈനിലെ റഷ്യൻ വിഭാഗങ്ങളെയും സംരക്ഷണം സംബന്ധിച്ച് വാദങ്ങളെയും ഒരു വശത്ത് നമുക്ക് നോക്കിക്കാണുമ്പോൾ മറുവശത്ത് ഉക്രൈന്റെ പരമാധികാരത്തെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനുള്ള അമേരിക്കയുടെയും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഈ രണ്ട് പക്ഷങ്ങളുടെയും മത്സരമാണ് ഉക്രൈൻ എന്ന രാജ്യത്തെ നിലവിലെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആര് നശിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഉക്രൈൻ എന്ന രാജ്യം അമേരിക്കയെ കൂടുതൽ വിശ്വസിക്കുകയും പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുകയും ചെയ്ത രാജ്യം തന്നെയാണ്. റഷ്യയ്ക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ റഷ്യ എന്ന് പറയുന്നത് വലിയ സൈനിക ശക്തിയാണ് എന്ന കാര്യം ഉക്രൈൻ പലപ്പോഴും മറന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് ഇതിൽ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. സാധാരണ ജനങ്ങളെ പോലും, അതായത് ഒരു സൈനിക പരിശീലനം കിട്ടാത്തവരെ പോലും തോക്ക് കൊടുത്ത് യുദ്ധത്തിന് ഇറക്കി വിട്ട ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് മാനസിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് വലിയ കാര്യം. 3 വർഷമായി യുദ്ധം ആരംഭിച്ചിട്ട് പക്ഷേ എവിടെയും എത്തിയിട്ടില്ല. പല രാജ്യങ്ങളും ഇടപെടുന്നു, പല കാര്യങ്ങളും നടക്കുന്നു എന്നതല്ലാതെ ഒരു തീരുമാനവും ആരുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. പുടിനായാലും സെലൻസ്കി ആയാലും ഈ യുദ്ധം അവസാനിപ്പിച്ചിട്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊരാഗ്രഹം ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് തന്നെയാണ് നമ്മുടെ തത്വം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധിക്ക് ഉക്രൈനും ഒരു പരിധിവരെ കാരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയുടെയും റഷ്യയുടെയും കറുത്ത കരങ്ങളും ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.